അതിമനോഹരം അതിമനോഹരം എന്ന് പറഞ്ഞ തരുൺ മൂർത്തി സിനിമ. ആ തരുൺ മൂർത്തി സിനിമ 90 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. കാരണം പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അമേരിക്കയിലേക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി പോയി എന്നാണ് പറയണത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നല്ല കാരണം എന്നാണ് സോഷ്യൽ മീഡിയ പറയണത്. യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ബാക്കിയുള്ള ചിത്രീകരണത്തിലോ തിരക്കഥയുടെ പോരായ്മയാണ് ഷൂട്ടിംഗ് നിർത്തിവെക്കാനെന്നാണ് പറഞ്ഞു കേട്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ മൂർത്തി തന്നെ വന്ന് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ തുടരും സിനിമ കണ്ടിട്ട് അതാണ് അതിനേക്കാളും മേലുള്ള സിനിമയാണെന്ന് ഇതെന്ന് വിചാരിച്ച് നിങ്ങൾ വരരുത്. കാരണം ഇതൊരു പോലീസ് ഓഫീസറുടെ ഒരു ഫാമിലി ഡ്രാമയാണ്. ഇതിൽ മാസ് ഡയലോഗുകളില്ല, അതുപോലെ തന്നെ മാസ് എൻട്രികളില്ല, മാസ് മ്യൂസിക്കുകളില്ല, മാസ് ഫൈറ്റുകളില്ല. ഇതൊരു വേറിട്ട ഒരു കുടുംബ ചിത്രമാണെന്നാണ് മൂപ്പർ പറയുന്നത്. പ്രേക്ഷകരാണെങ്കിലോ മോഹൻലാൽ താടിയൊക്കെ പഠിച്ച് അതുപോലെ തന്നെ പോലീസിൻ്റെ യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ആറാട്ടായിട്ട് കണക്കാക്കിയിരുന്ന പ്രേക്ഷകർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് തരുൺ മൂർത്തിയുടെ ഈ ഡയലോഗ്. ഇതോട് കൂടിയിട്ട് ആ ഒരു സിനിമയ്ക്കുണ്ടായിരുന്ന ആ ഒരു ഹൈപ്പ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ കുടുംബചിത്രം കാണാനോ മോഹൻലാലിൻ്റെ ഈ ഒരു മാസ് എൻട്രി ഇല്ലാണ്ട് ഒരു സിനിമയുണ്ടോ? ഒരു കുടുംബചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴത്തെ വേണമെങ്കിലും വെച്ച് നൂല് പൊട്ടി പോകാം, അത് എപ്പോൾ വേണമെങ്കിലും ആ പടം ഫ്ലോപ്പാവാം. അങ്ങനെയാണ് ഒരു ഫാമിലി ഡ്രാമ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ. അതേ സ്ഥാനത്ത് ഒരു മാസ് എൻട്രി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പോലീസ് ഓഫീസറായിട്ട് നിൽക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. മോഹൻലാൽ വളരെ കാലങ്ങളായിട്ട് പോലീസ് ഇൻസ്പെക്ടറെ വേഷം എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്കുള്ളൊരു ശരിക്കും പറഞ്ഞൊരു വെള്ളിടിയാണ് തരുൺ മൂർത്തി തന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കഥ പൂർണ്ണമല്ല. തിരക്കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് വേണമല്ലോ സിനിമയ്ക്ക്. ആ ക്ലൈമാക്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ടോട്ടലാലിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഇമേജും കൂടി ലാലേട്ടൻ്റെ ആരാധകരും കൂടി കണക്കിലെടുത്ത് മാത്രമാണ് ഒരു ഫാമിലി ഡ്രാമയായാലും തുടരുമ്പോൾ ഒരു ഫാമിലി ഡ്രാമയല്ലേ, അത് ലാസ്റ്റ് ത്രില്ലിംഗ് ആയതല്ലേ. അതേപോലെ തന്നെ ഫാമിലി ഡ്രാമയായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ്റെ സിനിമയാണോ ഒരു ഫാമിലി ഡ്രാമ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ആൾക്കാർക്ക് ഇത്തിരി വിഷമമുള്ള ഒരു കാര്യമാണ്. ലാലേട്ടന് ഇനി അതുപോലെ വെച്ചുണ്ടാക്കി ഒരു അധോലോക നായകനായിട്ട് ഇരിക്കുന്ന ഒരു ലാലേട്ടന് ഇനി പെട്ടെന്ന് നാടോടിക്കാരിലേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മാസ് എൻട്രിയുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞതെല്ലാം തെറ്റാണ്, ഇതിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവയ്ക്കാൻ കാരണം തിരക്കഥയുടെ പ്രശ്നമല്ല, കഥയുടെ പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ മൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു പടം വന്നാൽ അത് തുടരിൻ്റെ മേലെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ തിയേറ്ററിൽ പോവുക. തരുൺ മൂർത്തി എന്ത് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കില്ല. അതേപോലെ തന്നെ ദൃശ്യം മോഹൻലാൽ ടീമിൻ്റെ സിനിമ ആണ് ദൃശ്യം 3 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇടിച്ച് കയറിയില്ലേ. സാമ്പത്തികപരമായിട്ട് ഭയങ്കര വിജയമാണെങ്കിലും അത് സാങ്കേതികപരമായിട്ട് വളരെ മോശം പടമാണ്. ഇതിങ്ങനെ ഒരു കഥ എഴുതാനായിട്ട് നമ്മുടെ വീട്ടിലെ പുറത്തടിക്കുന്ന കുറ്റിച്ചൂലില്ലേ, ആ കുറ്റിച്ചൂല് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നന്നായി അവർ ആ ദൃശ്യം 3യുടെ കഥ എഴുതിയാനെ. അപ്പോൾ അത്രയും തകർന്ന് തരിപ്പണമായുള്ള ഒരു തിരക്കഥയാണ് അത് ഇപ്പോഴും ജിത്തു സമ്മതിക്കില്ല. മൂപ്പര് ചെയ്തത് മൂപ്പര് സമ്മതിക്കില്ലല്ലോ, വൃത്തികെട്ട സിനിമ. അപ്പോൾ അതേപോലെ തന്നെ തരുൺ മൂർത്തി മോഹൻലാൽ എന്ന് പറഞ്ഞുള്ള കൂട്ടുകെട്ട് തകരാനായിട്ട് പോകുന്ന ഒരു സിനിമ ആയിട്ടാണ് അതിമനോഹരം എനിക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ തിരക്കഥയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി അതുപോലത്തെ സിനിമയൊക്കെ 90 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ പറയണേ ഇനി 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഒരു സിനിമ കഴിയുന്നു? ആകെ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുക 30 സീൻ, 35 സീൻ, 40 സീനിൽ മേലെ പോകാറില്ല. അപ്പോൾ ഈ 40 സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് 2 ദിവസമൊക്കെ വരുന്നെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസാണ് മലയാള സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മോഹൻലാലിൻ്റെ ആയാലും കോടികൾ വരുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഷൂട്ടിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഷൂട്ടിംഗ് എക്സ്പെൻസ് ലക്ഷങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 90, 100, 130 ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര കോടികൾ വേണമെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. അത് മോഹൻലാലിൻ്റെ റെമോണ്ടേഷൻ കഴിഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ റെമോണ്ടേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പിന്നെ എത്ര കോടികൾ കിട്ടുന്നുള്ളത് കണ്ടറിയാം. എന്നിരുന്നാലും ലാലേട്ടൻ തിരിച്ചു വന്ന്
തുടരുന്നതിൻ്റെ കഥകളൊക്കെ ക്ലൈമാക്സൊക്കെ അടിപൊളിയാക്കി ഒരു ഗംഭീര സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഡിസംബറിൽ റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിനായിരിക്കും. ഓക്കെ, കാത്തിരിക്കാം. പ്രേക്ഷകരുടെ ആകാംക്ഷ വളരെ വളരെ ഉയരത്തിലാണ്. അത് നിങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.